വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. വേറെ ഒന്നുമല്ല, നമ്മളൊരു സബ്സ്ക്രൈബർ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. അതായത് ഈ സെന്റൻസിന്റെ അവസാനത്തിൽ ആസ് വെൽ യൂസ് ചെയ്തിട്ട് നമ്മൾ പറയാറുണ്ട് അല്ലെ. നമ്മൾ ആസ് വെൽ ആസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ആസ് വെൽ അവസാനം എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ. വളരെ യൂസ്ഫുൾ ആയ വീഡിയോ ആണ്. അത് റിക്വസ്റ്റ് ചെയ്ത സബ്സ്ക്രൈബറോടും ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം അത് നല്ലൊരു വീഡിയോ ആണ്. അതായത് നമ്മൾ ആസ് വെൽ ആസ് പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾസോ, അതുപോലെ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TOO എന്നുള്ള ടു ആണ്. അപ്പോൾ ഈ ടു അതുപോലെ ഓൾസോ ഇത് രണ്ടും വന്ന സെൻറ്റൻസുകളിൽ നിന്ന് അത് മാറ്റി നിർത്തിയിട്ട് വേണം നമ്മൾ ആസ് വെൽ ആസ് യൂസ് ചെയ്യാനായിട്ട് എന്നുള്ളത് അല്ലേ. ആസ് വെൽ ആസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടാതെ എന്നാണ്. ഒരു കാര്യം ചെയ്തു, അത് കൂടാതെ ഇത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആസ് വെൽ ആസ് യൂസ് ചെയ്യുന്നത്. എന്നാൽ ഈ ആസ് വെൽ നമ്മൾ അവസാനത്തിൽ യൂസ് ചെയ്യുന്നത് ടു എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഉണ്ടല്ലോ. അതായത് ഇപ്പം ഞാൻ പാല് കുടിക്കും, അവളും പാല് കുടിക്കും. അതുപോലെ നമ്മളിപ്പോൾ ഒരുപാട് കാലം കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യുകയാണ്. ആ സമയത്ത് നമ്മൾ പറയാറുണ്ട് എത്രയായി ഞാൻ എന്നെ കണ്ടിട്ട്. അവൾ പറയും തിരിച്ചിങ്ങോട്ട് എന്താ പറയുക, ഞാനും. ഇങ്ങനെ പറയാറുണ്ട് അല്ലേ. ഈ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാറുള്ളത്, ടു എന്ന് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആസ് വെൽ എന്നുള്ളത്. നമുക്ക് സെൻറ്റൻസ് കാണുമ്പോൾ മനസ്സിലായി കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ. ഇപ്പം നമ്മളൊക്കെ ഹെയർ കട്ട് ചെയ്യാറുണ്ട് അല്ലേ. ഇപ്പം സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒക്കെ ഹെയർ കട്ട് ചെയ്യാറുണ്ട്. പല രീതിയിലും നമ്മൾ കട്ട് ചെയ്യാറുണ്ട്. അപ്പം ഞാനൊരു സെൻറ്റൻസ് പറയാണ്, ഞാൻ മുടി വെട്ടി അതുപോലെ അവളും മുടി വെട്ടി അല്ലേ. ഇപ്പം സ്ത്രീകളൊക്കെ പല രീതിയിലും ഹെയർ കട്ട് ചെയ്തിട്ട് മോഡലാക്കാറൊക്കെ ഉണ്ട്. അപ്പം പറയാണ് ഞാൻ മുടി വെട്ടി അതുപോലെ അവളും മുടി വെട്ടി അല്ലേ. അതുപോലെ അവളും ഇങ്ങനെ പറയുന്ന സിറ്റുവേഷനിൽ നമ്മൾ അവസാനം ടു എന്ന് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ അത് അവസാനം ആസ് വെൽ യൂസ് ചെയ്ത് എങ്ങനെ പറയും എന്ന് നോക്കാം. ഞാൻ മുടി വെട്ടി പാസ്റ്റ് ആണ്. I got a haircut and she got a haircut as well. ഇവിടെ ഈ ആസ് വെല്ലിന് പകരം നമുക്ക് അവസാനം ടു എന്ന് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇനി ഒരു ഡൗട്ട് ഉള്ളതാണ് ഈ ഗോട്ട് എങ്ങനെ വന്നു എന്നുള്ളത്. നമ്മളൊരാളെ കൊണ്ടാണ് നമ്മളെ മുടി വെട്ടിച്ചിട്ടുണ്ടാവുക അല്ലേ. നമ്മൾ സ്വയം നമ്മൾ മുടി വെട്ടില്ലല്ലോ. അപ്പം ഐ ഗോട്ട് എ ഹെയർ കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മുടി വെട്ടിച്ചു, ഒരാൾ നമുക്ക് മുടി വെട്ടി തന്നു അല്ലേ. ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഐ ഹാഡ് മൈ ഹെയർ കട്ട് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ഹാഡിന് പകരം നമ്മൾ ഗോട്ട് എന്ന് യൂസ് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ ഗോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുക എന്നാണല്ലോ എന്നുള്ളത് ആരും മനസ്സിലാക്കേണ്ട. ഗോട്ടിന് പല അർത്ഥങ്ങളും ഗെറ്റിനുണ്ട്. അതിൽ ഒരു മീനിങ് ആണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത്. അപ്പം ഐ ഗോട്ട് എ ഹെയർ കട്ട് and she got a haircut as well. ക്ലിയർ ആണല്ലോ. ഞാൻ മുടി വെട്ടിച്ചു അതുപോലെ അവളും മുടി വെട്ടിച്ചു. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ആസ് വെൽ യൂസ് ചെയ്ത സിറ്റുവേഷനിൽ തന്നെ നമുക്ക് അവസാനം ടു എന്ന് ആഡ് ചെയ്ത് കൊടുത്താലും കറക്റ്റാണ്. അതിന് പകരമായിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ആസ് വെൽ എന്ന് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഒരു സെൻറ്റൻസ് നോക്കൂ. ഞാൻ ബസ്സിൽ കയറി അവളും ബസ്സിൽ കയറി അല്ലേ. ഞാൻ ബസ്സിൽ കയറി അവളും ബസ്സിൽ കയറി. എങ്ങനെ പറയാ, ഐ ഗോട്ട് ഓൺ ദ ബസ് ആൻഡ് ഷീ ഗോട്ട് ഓൺ ദ ബസ് ആസ് വെൽ. ഐ ഗോട്ട് ഓൺ ദ ബസ് ആൻഡ് ഷീ ഗോട്ട് ഓൺ ദ ബസ് ആസ് വെൽ, അല്ലെങ്കിൽ ടു എന്ന് പറയും. ഈ ടുവിന് പകരമാണ് നമ്മൾ ആസ് വെൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ടുവിനെ മാറ്റി നിർത്തിയിട്ട് വേണം നമ്മൾ എന്ത് യൂസ് ചെയ്യാനായിട്ട്, ആസ് വെൽ എന്ന് യൂസ് ചെയ്യാൻ. ഓക്കെ. അപ്പോൾ അവിടെ നമ്മൾ സെൻറ്ററിൽ ആൻഡ് എന്ന് കൊടുത്തു. രണ്ട് സെൻറ്റൻസ് ആണ്. അതിനുശേഷം ഞാനും അല്ലെങ്കിൽ അവളും എന്ന് പറയാൻ പറ്റില്ല, എന്ന് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ആസ് വെൽ എന്ന് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, എനിക്ക് പാട്ട് ഇഷ്ടമാണ്. ഒരാളോട്, നമ്മളൊരു ഫ്രണ്ടിനോട് നമ്മൾ പറയുകയാണ് എനിക്ക് പാട്ട് ഇഷ്ടമാണ് എന്ന് പറയാറുണ്ട് അല്ലേ. എനിക്ക് ബിരിയാണി ഇഷ്ടമാണ്. അപ്പോൾ തിരിച്ചിങ്ങോട്ട് എന്താ പറയുക, എനിക്കും ഇങ്ങനെ പറയാറുണ്ടല്ലോ. ഈ സിറ്റുവേഷനിലും നമുക്ക് എന്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും, അവിടെ നമുക്ക് ടു യൂസ് ചെയ്ത് പറയാം. ഐ ലൈക്ക് മ്യൂസിക് ആൻഡ് ഐ ഡു ആസ് വെൽ. ഐ ലൈക്ക് മ്യൂസിക്, എനിക്ക് പാട്ട് ഇഷ്ടമാണ്. ഐ ഡു ആസ് വെൽ, അല്ലെങ്കിൽ ഐ ഡു ടു എന്ന് പറയാറുണ്ട്
അല്ലേ? എനിക്ക് പാട്ട് ഇഷ്ടമാണ്, എനിക്ക് ബിരിയാണി ഇഷ്ടമാണ്, എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഐ ലൈക്ക് ബിരിയാണി ആൻഡ് ഐ ഡു ആസ് വെൽ, ഇങ്ങനെ പറയാം. അപ്പൊ ഈ ടൂവിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ന് അർത്ഥം. നെക്സ്റ്റ്, അമൃത നന്നായി ചിത്രം വരയ്ക്കും അവളുടെ സഹോദരനും എന്ന് പറയാറുണ്ടല്ലോ. അമൃത നന്നായി ചിത്രം വരയ്ക്കും അവളുടെ സഹോദരനും. ഇവിടെ പറഞ്ഞിട്ട് നമ്മൾ അവളുടെ സഹോദരനും എന്നാണ് പറയുന്നത്. അപ്പൊ എങ്ങനെ പറയാ? അമൃത ഡ്രോസ് വെൽ ആൻഡ് ഹർ ബ്രദർ ഡസ് ആസ് വെൽ. ഓക്കെ, അമൃത നന്നായി ചിത്രം വരയ്ക്കും അവളുടെ ബ്രദറും എന്ന് പറയാൻ വേണ്ടിയിട്ട് അമൃത ഡ്രോസ് വെൽ ആൻഡ് ഹർ ബ്രദർ ഡസ് ആസ് വെൽ, അല്ലേ? നെക്സ്റ്റ്, അവൾക്ക് നന്നായി ബിരിയാണി വെക്കാൻ അറിയാം, എനിക്കും. അവൾക്ക് നന്നായി ബിരിയാണി വെക്കാൻ അറിയാം, എനിക്കും എന്ന് നമ്മൾ പറയാറുണ്ട്. എങ്ങനെയാ പറയാ? ഷീ നോസ് ഹൗ ടു മേക്ക് ബിരിയാണി വെൽ. അവൾക്ക് ബിരിയാണി വെക്കാൻ നന്നായി അറിയാം. ആൻഡ് ഐ ഡു ആസ് വെൽ. ഇവിടെ പിന്നീട് നമുക്ക് ഐ ഡു എന്ന് മതി. എനിക്കും അറിയാം എന്നുള്ളതിന് ഐ ഡു ആസ് വെൽ. എനിക്ക് ഗൾഫിൽ പോകണമെന്നുണ്ട്, എനിക്ക് ഗൾഫിൽ പോകണമെന്നുണ്ട് എന്ന് ഒരാൾ പറയുകയാണ്. അത് കേട്ട് നമ്മളും പറയുകയാണ് എനിക്കും, അല്ലേ? നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകും. അപ്പൊ അതുപോലെ ആഗ്രഹം വേറൊരാൾക്കും ഉണ്ടാകും. അപ്പൊ അവർ പറയും എനിക്കും എന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു ആവശ്യം ആഗ്രഹമാണ്. അപ്പൊ അത് ആസ് വെൽ യൂസ് ചെയ്ത് എങ്ങനെ പറയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഗൾഫിൽ പോകാൻ ആഗ്രഹമുണ്ട്, ഐ വാണ്ട് ടു ഗോ ടു ദ ഗൾഫ് ആൻഡ് ഐ ഡു ആസ് വെൽ. ഐ ഡു ആസ് വെൽ. വീണ്ടും നമ്മളവിടെ ഗോ ടു ദ ഗൾഫ് എന്നൊന്നും പറയണ്ട. എനിക്കതിന് ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ ഐ ഡു ആസ് വെൽ. ഓക്കെ, നെക്സ്റ്റ്, നമ്മളൊരു സാധനം വാങ്ങണം, അതുപോലെ മറ്റൊരാളും സാധനം വാങ്ങണം. അപ്പൊ ഇങ്ങനെ പറയാണ്, ഞാൻ ഒരു വാച്ച് വാങ്ങി അതുപോലെ അവളും ഒരു വാച്ച് വാങ്ങി. എങ്ങനെ പറയാ? ഞാനൊരു വാച്ച് വാങ്ങി അതുപോലെ അവളും ഒരു വാച്ച് വാങ്ങി. ഇവിടെയാണ് നമ്മൾ ആസ് വെൽ യൂസ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ഒരു വാച്ച് വാങ്ങി, ഐ ബോട്ട് എ വാച്ച് ആൻഡ് ഷീ ബോട്ട് എ വാച്ച് ആസ് വെൽ എന്ന് പറയാം. ആസ് വെല്ലിന് പകരം ടു ആഡ് ചെയ്യാം. ഇനി നമുക്കതൊന്നും കൂടി സിമ്പിളായി പറയുകയാണെങ്കിൽ, ഇവിടെ കഴിഞ്ഞ കാര്യമാണ്, നേരത്തെ നമ്മൾ ഡു ഒക്കെ ആഡ് ചെയ്തതുപോലെ തന്നെ ഐ ബോട്ട് എ വാച്ച് ആൻഡ് ഷീ ഡിഡ് ആസ് വെൽ എന്ന് പറയാം. ഓക്കെ, ഒന്നുകൂടി സിമ്പിളായി പറയണമെങ്കിൽ വീണ്ടും നമുക്ക് ആ ഒരു പ്രവൃത്തി ആവർത്തിക്കാതെ ഇവിടെ നമ്മുടെ ഓക്സിലറി യൂസ് ചെയ്ത് പറയാനായിട്ട് പറ്റും. ഷീ ഡിഡ് ആസ് വെൽ എന്ന് പറയാം. നെക്സ്റ്റ്, നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, ഞാനും അതിനെക്കുറിച്ച് ചിന്തിച്ചു. ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, ഞാനും അതിനെക്കുറിച്ച് ചിന്തിച്ചു, അല്ലേ? മറ്റൊരാൾ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ പറയുകയാണ് ഞാനും അതിനെക്കുറിച്ച് ചിന്തിച്ചു എന്ന് പറയാറുണ്ടല്ലോ. ഐ തോട്ട് അബൌട്ട് ഇറ്റ് ആസ് വെൽ എന്ന് പറയാം. ഐ തോട്ട് അബൌട്ട് ഇറ്റ് ആസ് വെൽ എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്കിത് ടു യൂസ് ചെയ്ത് എങ്ങനെ പറയാം? ഐ തോട്ട് അബൌട്ട് ഇറ്റ് ടു എന്ന് പറയാം. ഇത് ഓൾസോ യൂസ് ചെയ്തും പറയാറുണ്ട് കേട്ടോ. ഐ ഓൾസോ തോട്ട് അബൌട്ട് ഇറ്റ് എന്ന് വേണമെങ്കിലും പറയാം. നെക്സ്റ്റ്, ഇനി ഈസി ആയിട്ട് നമുക്ക് പറയാനുള്ള ഒരു സെന്റൻസ് പറയാം. ഞാൻ ഭക്ഷണം കഴിക്കുകയാണ്, അവളും ഭക്ഷണം കഴിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കുകയാണ് അതുപോലെ അവളും ഭക്ഷണം കഴിക്കുകയാണ്. ഇതെങ്ങനെ ആസ് വെൽ യൂസ് ചെയ്ത് പറയാം എന്ന് നോക്കാം. അതായത് രണ്ടും ഒരേ സെന്റൻസ് ആണ്. ഞാൻ ഭക്ഷണം കഴിക്കുകയാണ്, ഐ ആം ഈറ്റിംഗ് ഫുഡ്. ഞാൻ ഭക്ഷണം കഴിക്കുകയാണ്. ആൻഡ് ഷീ ഈസ് eating as well. I am eating food and she is eating food as well എന്ന് പറയാം. ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഞാൻ രാത്രി പാല് കുടിക്കാറുണ്ട്, അവളും. ഞാൻ രാത്രി പാല് കുടിക്കാറുണ്ട്, അവളും എന്നെങ്ങനെയാ പറയാ? ഞാൻ രാത്രി പാല് കുടിക്കാറുണ്ട്, അത് എൻ്റെ ഒരു ശീലമാണ്, അവളും അതേ ശീലമാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ രാത്രി പാല് കുടിക്കാറുണ്ട് എങ്ങനെ പറയും? അതിനുശേഷം അവളും എന്ന് പറയാൻ വേണ്ടി നമ്മൾ ആസ് വെൽ യൂസ് ചെയ്തിട്ട് ഈ ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യുക. ഈസി ആണല്ലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് അവസാനം, ഒരു സെന്റൻസിന്റെ അവസാനം ടുവിന് പകരം ഇങ്ങനെ നമുക്ക് ആസ് വെൽ യൂസ് ചെയ്ത് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം എന്നാണ്. വളരെ യൂസ്ഫുൾ ആയ വീഡിയോ ആണ്, വളരെ സിമ്പിൾ ആണ്. അപ്പോൾ ഞാൻ തന്ന ആ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. അത് ചെയ്യാതെ ഒരിക്കലും നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ വരില്ല. എസ്പെഷ്യലി നമ്മുടെ ലൈവ് നിങ്ങൾക്ക് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് നിർബന്ധമാണ്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇതുപോലെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, ഡിസ്കസ് ചെയ്യാനായിട്ട് പറയുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.